everyone, welcome to Krish Talks. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ 4th സെമസ്റ്റർ പുതിയ ബാച്ചിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 3-4 ബാച്ച് ഇതാ ഇപ്പോൾ ക്രാഷ് കോഴ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഒരു ബാച്ചിൻ്റെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി, ദെൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബാച്ചുകളുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിലിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. വെറും 20 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ 3 സബ്ജക്ട്സും പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 20 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ്. 20 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിങ്ങും EDPയും കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നുള്ള ഈ 3 സബ്ജക്ട്സ് പഠിച്ച് സെറ്റാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ള ദിവസങ്ങളായിക്കോട്ടെ ഇതിൻ്റെ റിവിഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള 2 പേപ്പേഴ്സ് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള സമയവും ഉണ്ടാവും. അപ്പോൾ ഈ 3 പേപ്പേഴ്സ് ഇപ്പോൾ പഠിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം പേപ്പേഴ്സിന് ഫോക്കസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ജൂൺ 1 തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ആകിനുള്ളത് ഈ ഒരു ഏപ്രിൽ പകുതി മെയ് മാസമാണ്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ പകുതി മുതൽ മെയ് ഏകദേശം ഒരു പകുതി വരെയാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി മെയ് മാസത്തിലുള്ള പകുതി ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം? ഇതിൻ്റെ റിവിഷനും പ്രോബ്ലം പേപ്പേഴ്സ് ഒറ്റയ്ക്കിരുന്ന് നോക്കാനുള്ള ഒരു സമയവും ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ 3 സെമസ്റ്റർ നിങ്ങൾ എക്സാം എഴുതിയ പോലെ അത്രയും സിമ്പിൾ അല്ല. 4th സെമസ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യണം. സപ്ലി കിട്ടിക്കഴിഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെമ്മാണ് 4th സെം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇങ്ങനെ ക്രാഷ് കോഴ്സുകളായാലും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 20 ഡേയ്സ് ക്രാഷ് കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 22 മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഏപ്രിൽ 22 മുതൽ ഏകദേശം ഒരു മെയ് 11, മെയ് 15 വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. അതിൽ സൺഡേയ്സ് ഒന്നും ക്ലാസ് ഉണ്ടാവില്ല. അതാണ് ഞാനൊരു മെയ് 15 നീട്ടിയിട്ടത്. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ മെയ് പകുതിയോടുകൂടി നമ്മൾ ഈ ഒരു 3 സബ്ജക്റ്റ് പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ടി വരില്ല. അത്രയും സെറ്റാക്കിയിട്ടായിരിക്കും തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർക്ക്ഡ് PDF, അതായത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തുകൊണ്ടുള്ള മാർക്ക്ഡ് PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. റിവിഷനും അതിൻ്റെ ഒപ്പം കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതിൻ്റെ ഒപ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റിനും കൂടിയിട്ട് ഓഫർ പ്രൈസും അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു 22 ക്ലാസ്സിന് 19 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഓഫർ പ്രൈസോട് കൂടിയിട്ടുള്ള ഫീസ് അടയ്ക്കാനുള്ള ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ റെഗുലർ പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 20, 21, 22 വൈകുന്നേരം 6 മണി വരെ റെഗുലർ പ്രൈസ് ആയിരിക്കും. 19 വരെയാണ് ഓഫർ പ്രൈസ് അവൈലബിൾ ആയിരിക്കുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ, ഇത് നമ്മുടെ മേ ബി ലാസ്റ്റ് ബാച്ച് ആയിരിക്കാം ക്രാഷ് കോഴ്സിൻ്റെ. അപ്പോൾ ഇനി ഒരു ക്രാഷ് കോഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം മെയ് പകുതി തൊട്ട് നമ്മൾ പിന്നെ കുട്ടികൾക്ക് റിവിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി പുതിയ ബാച്ച് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ജൂണിലേക്ക് വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ക്രാഷ് കോഴ്സ് ആയിട്ട് ഇപ്പോൾ മാത്രമേ ഇത് ലാസ്റ്റ് ബാച്ചായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഡെയിലി 1 അവർ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഇപ്പോൾ ഒരു 7 മണി തൊട്ട് 8 മണി വരെ, രാത്രി 7 മണി തൊട്ട് 8 മണി വരെ ബാങ്കിങ് ആണെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ ബ്രേക്കിന് ശേഷം 8 തൊട്ട് 9 വരെ കോർപ്പറേറ്റ് റെഗുലേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി എടുക്കും. എന്നാലും പോട്ടെ, ഒരു ദിവസം 2 മണിക്കൂറൊക്കെയാണ് ക്ലാസ് വരുള്ളൂ. അത് ചില ദിവസം മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇൻ കേസ് ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലൊന്നും ഒരു ടെൻഷൻ വേണ്ട. എക്സാം എന്നാണോ എക്സാം അന്ന് വരെ എൻ്റെ ഗൈഡൻസും നമ്മുടെ ഗ്രൂപ്പും എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. ജോയിൻ ചെയ്യേണ്ടവരും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് വരും, ഫീസിൻ്റെ കാര്യങ്ങൾ വരും. ഓഫർ പ്രൈസ് 19 മാത്രമേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ബാച്ചാണ് ക്രാഷ് കോഴ്സിൻ്റെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ടും ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ആവാനായിട്ടും ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.